Welcome back to Bosco Campus Vision. Today we can discuss the subject Business Environment and Policy of S3 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we can discuss a new topic, that is export import policy, or we can say EXIM policy or foreign trade policy. That is export import policy. In short, we can say EXIM policy, or we can say the foreign trade policy. So let's see what are the topic. So the export import policy means almost all the economies of the world follow the free trade policy. That is, which means that the economy is free to trade with any economy of the world and the vice versa. So hence it has given the birth to two concepts in trade, that is export and import. That is, the world to follow free trade policy, which means the economy is free to trade with any economy of the world. And so this concept gives birth to two concepts, that is in the export and the import. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഒരു ഫ്രീ ട്രേഡ് പോളിസി നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് വേൾഡിൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു രാജ്യത്തു നിന്ന് ഒരു രാജ്യത്തേക്ക് ബിസിനസ് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റ് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന രണ്ട് വാക്കുകളുടെ ബർത്ത് എന്ന് നമുക്ക് പറയാം. വാട്ട് ഈസ് എക്സ്പോർട്ട് ആൻഡ് വാട്ട് ഈസ് ഇമ്പോർട്ട്? നമുക്കറിയാം, എക്സ്പോർട്ട് മീൻസ് സെല്ലിംഗ് ഗുഡ്സ് ടു അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് എക്സ്പോർട്ട്. ദാറ്റ് ഈസ് സെല്ലിംഗ് ഗുഡ്സ് ടു അതർ കൺട്രീസ്. ദി ഇമ്പോർട്ട് മീൻസ് ബൈയിങ് ഗുഡ് ഫ്രം അതർ കൺട്രി. വേറൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ ഗുഡ്സ് വാങ്ങുകയാണെങ്കിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഇമ്പോർട്ട് എന്ന് പറയാം. So nowadays another concept has taken place in today's wide market scenario, and that is entry port. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് അത് എല്ലാവർക്കും അറിയാം, what is import and what is export. And there is a new concept, that is in today's world market scenario, the term entry port. It means importing goods from other country with the purpose of re-exporting them ആഫ്റ്റർ സം വാല്യൂ അഡീഷൻ. ഇല്ലേ? അപ്പോൾ എൻട്രി പോർട്ട് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഈ വാക്ക് നമുക്ക് ഫെമിലിയർ അല്ല. എൻട്രി പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ചില റോ മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല, പക്ഷേ അതിൻ്റെ അസംബ്ലിംഗ് യൂണിറ്റ് നമുക്കുണ്ട്. നമുക്ക് ഇവിടെ അത് എന്താണ് നമ്മുടെ സാധനങ്ങളായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ദുബായിൽ നിന്നോ അങ്ങനെ പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റോ മെറ്റീരിയൽസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ റോ മെറ്റീരിയൽസ് വെച്ച് പ്രോസസ്സ് ചെയ്ത് ഒരു വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ ഒരു വാല്യൂ അതിന് ഇട്ട് കഴിഞ്ഞ് നമ്മളിവിടെ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന വാക്കാണ് എൻട്രി പോർട്ട്. സോ ഇമ്പോർട്ടിങ് ഗുഡ്സ് ഫ്രം അതർ കൺട്രി വിത്ത് ദ പർപ്പസ് ഓഫ് റീ എക്സ്പോർട്ടിങ്. അപ്പം ഇവിടെ നമ്മൾ അതിനെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമ്മൾ അതിനെ വീണ്ടും ഇവിടെ തന്നെ വിൽക്കുകയോ അല്ലെങ്കിൽ അത് വീണ്ടും അടുത്ത രാജ്യത്തേക്ക് കയറ്റി അയക്കുകയോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻട്രി പോർട്ട് എന്ന് പറയുന്നത്. So the export and import trade of any economy has forced it to set plans and policies in order to have a balance between the two. അപ്പം എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. അതിന് അതിൻ്റേതായ ചില പ്ലാൻസും പോളിസീസും ഇല്ലേ. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ എന്താണ്, ഒരു ബാലൻസ് നമുക്കുണ്ടായിരിക്കണം. So it is very essential to strike a balance between the two, because if exports are lesser than the imports, or foreign debt would increase, and so it is necessary to have more exports than import in order to reveal ഫോറിൻ റിസർവ്. അപ്പം ഇമ്പോർട്ട് ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ കയറ്റി അയക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരു ബിസിനസ് ആവത്തില്ല. പകരം എന്ത് ചെയ്യണം, അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുവരും, ഇമ്പോർട്ട് ചെയ്യുക. സോ അപ്പോൾ ഫോറിൻ റിസർവ് കൂടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നതിന് നമുക്കൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. സോ എവറി എക്കോണമി make some policy annually or after some gap of equal period to govern its import or export service. So this is known, we can say, that foreign trade policy or EXIM policy.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് നല്ല പോളിസികളല്ലേ, ആനുവലി ഒരു വർഷത്തേക്കുള്ള പോളിസികളോ അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ പ്രത്യേകം തയ്യാറാക്കുന്ന ചില പോളിസീസൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡ് നടക്കാൻ വേണ്ടി ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഒരു പോളിസിയാണ് എക്സിം പോളിസി അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് പോളിസി, ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി. അപ്പം ഇമ്പോർട്ട് ചെയ്യുന്നവരും എക്സ്പോർട്ട് ചെയ്യുന്നവരും എല്ലാം എന്ത് ചെയ്യണം, ഈ പോളിസിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ട്രേഡ് കണ്ടക്ട് ചെയ്യേണ്ടത്. So the foreign trade policy or exim policy of a country related to various policies in the import sector and the export sector. Basically there are two provisions, that is provision of the constitution and the directive principles of the state policy. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കണമെങ്കിൽ അതിനകത്ത് ചില പോളിസീസ് വേണം. സോ നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസികളായിരിക്കണം. ഒരു ഫോറിൻ ട്രേഡ് പോളിസി ഓർ എക്സിം പോളിസി ഓഫ് എ കൺട്രി റിലേറ്റ് ടു വേരിയസ് പോളിസീസ് ഇൻ ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സെക്ടർ. അപ്പം ഇമ്പോർട്ട് സെക്ടറിലും എക്സ്പോർട്ട് സെക്ടറിലും നമ്മുടെ രാജ്യം എന്ത് പോളിസിയാണോ എടുത്തിരിക്കുന്നത് ആ പോളിസിയെ ബേസ് ചെയ്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ. സോ ഇറ്റ് ഈസ് ബേസിക്കലി ഗവേൺഡ് ബൈ പ്രൊവിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ നിയമവലികൾ എന്ത് പറയുന്നു. ദെൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മുടെ സ്റ്റേറ്റിൻ്റെ പോളിസികൾ എന്താണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡ് നടക്കേണ്ടത്. സോ ഇറ്റ് ഓൾസോ ഗൈഡഡ് ബൈ ദി കൺട്രീസ് ജനറൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റർലൈസേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനറൽ പോളിസി, അതായത് വ്യവസായവൽക്കരണം എന്ന് പറയുന്നതിന് ഒരു കോമൺ പോളിസി നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് ആ ഒരു പോളിസിയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി മുന്നോട്ട് പോകേണ്ടത്. ക്ലിയർ വിത്ത് ദി പോയിന്റ്? സോ ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി മീൻസ് ദാറ്റ് it is an economy has forced to set plans and policy in order to have the balance between the import and export. Here there are two main constants, that is, in the pre-independence period, India did not have any clear-cut trade policy. So after independence, the government of India adopted trade policy as a part of general economic policy of development. So the early, I think it was 1977 to 98, the main constant formed as essential part of import policy. So we can say that the pre-independence period, India did not have any clear-cut trade policy. So after the independence, that is in 1947, the government of India adopted trade policy as a part of general economic policy of the development. That is import restriction and import substitution. These are the two main constituents. That is, the government used to follow a protective policy and the important policy were formulated keeping in view, that is, the limited foreign exchange reserve of our country, or the shortage of essential commodities in our country, or the requirement of capital goods for the development of basic and heavy scope of import substitution and the scope of import substitution. So here we can say is that the government used to follow a protective policy and import policy were formulated keeping in view. അപ്പം ഈ ഒരു പോളിസി കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയാണ്, ഗവൺമെൻറ് യൂസ് ടു ഫോളോ എ പ്രൊട്ടക്റ്റീവ് പോളിസി അല്ലേ. നമ്മുടെ ഇന്ത്യൻ ട്രേഡ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇമ്പോർട്ട് പോളിസി അല്ലെങ്കിൽ എക്സ്പോർട്ട് പോളിസി ഗവൺമെൻറ് കൊണ്ടുവന്നത്. ഇതിനൊക്കെയാണ് the limited foreign exchange reserve of the country. നമ്മുടെ രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന റിസർവ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലിമിറ്റഡ് ഫോറിൻ എക്സ്ചേഞ്ചേ ഉള്ളൂ, അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിസർവ് ഇല്ല അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഷോർട്ടേജ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ ചില കമ്മോഡിറ്റീസ് ഷോർട്ടേജ് ഉണ്ട്. അപ്പം എല്ലാം കൂടി നമുക്കങ്ങ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റൂ. And the requirement of capital goods for the development of basic and heavy industries. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ രാജ്യത്തെ ബേസിക് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ഗുഡ്സ് റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് പോളിസി. പിന്നെ സ്കോപ്പ് ഓഫ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലേ. അപ്പം ചില കേസുകളിൽ നമ്മൾ അങ്ങനെയാണ് ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇവിടെ നമ്മൾ സാധനങ്ങൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് പകരം അവരെന്ത് ചെയ്യും, ചിലപ്പം വേറെ എന്തെങ്കിലും കമ്മോഡിറ്റീസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടും കൂടെയാണ് ഒരു പ്രൊട്ടക്റ്റീവ് പോളിസി. സോ ദ എക്സ്പോർട്ട് പോളിസി ഓഫ് ഇന്ത്യ
used to be guided by export promotion measures. That is, the export policy of India used to guided by the export promotion measures. That is, which is used to include grant of cash compensatory support, or the custom and excise duty drawback, or we can say the international price reimbursement, or export credit, or a product diversification, or financial incentive, and so the export in policy of India used the guided by export promotion measures. So, in this regard, the government set up various committees for recommending the measures to export. That the committees are the Tandon Committee 1979, the Mudaliar Committee 1962, and the Alexander Committee and the Abid Hussain Committee. So, there are the four committees the government set up various for recommending the measures to export oriented trade. So I think you are clear with the topic, that is export import policy. Export import policy means that the export and import trade of an economy has forced it to set plans and policy in order to balance the two. And so it is a very economy makes some policy annually or after some gap of equal period to govern its import or export trade. So we can say is that foreign trade policy or an EXIM policy. So the foreign trade policy or EXIM policy of a country relates to various policies in the import sector and the export sector, and basically governed by provision of the constitution and the directive principles of the state policy. So clear with the topic export import policy. So this is the end of today's session. Hope you all understood the topic. Thank you.